നിസാന്റെ ടീടെയാണ് കേട്ടാ. മണൽക്കൂടിയൊക്കെ ചെങ്ങായി കൊണ്ടുകൊണ്ട് ലാസ്റ്റ് ഇത് വലിച്ചാൻ വേറെ ടീമിനെ കൊണ്ടുവരണ്ടിരുന്ന എനിക്ക് തോന്നുന്നത്. എന്താ സൗണ്ട് മാഷാ, മാരക വൈബായിട്ട് ഒരു രക്ഷയില്ല. സൗണ്ട് ആകെ പൊടി ചക പുക. ഫയർ വർക്ക്സ് എല്ലാ വൈബും ഉണ്ട്. വൈബിനൊരു കുറവില്ല ഇവിടെ. ഇതിന്റെ പേര് സിബൈത്തി എന്നാണ്. സിബൈത്തി സിബൈത്തി. അതിന്റെ പേരോ? ഇതിന്റെ പേര് ഇവിടെ പറഞ്ഞ ബിന്ദ് നോക്കത്. ബിന്ദ് നോക്കത്. ഡെസേർട്ട് സ്റ്റോം 512 GB. അപ്പോൾ ഞങ്ങളെ റാസൽ ഖൈമയിൽ വെള്ളിയാഴ്ച സുദിനം എന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇതെവിടെയാണ്? അൽ ബുർജ് ബുച്ചറി. ജുമുഅ കഴിഞ്ഞിട്ട് വേണം പോവാൻ. കാക്ക വന്നില്ല. ഞാനും മിസ്റ്റർ അഷ്റഫ് തൈക്കാട്ടും മാത്രമേ ഉള്ളൂ. What is the problem? क्या बोला आप? लैम चॉप अभी नहीं है. कब मिलेगा? आज मिलेगा? ओ ऐसा. അത് ഫോൺ കറക്കെ റെഡി ആക്കണമെന്ന് ആദ്യം ഫോൺ ചെയ്ത് പറയണമെന്ന്. മട്ടൺ ചോപ്സ് വാങ്ങാൻ വേണ്ടി വന്നാട്ടാ. മട്ടൺ ഓസ്ട്രേലിയൻ ലാമ്പ്. സോറി ഗൈസ്, അയാൾ 12 മണിക്ക് വിളിക്കാൻ. കസ്റ്റമർ കൂടുതൽ വന്നാലേ മട്ടൺ മുറിച്ച് റെഡിയാക്കുള്ളൂ. മറ്റേ നമുക്കായിട്ട് കുറച്ച് തരില്ല എന്ന് പറഞ്ഞു. ഫിഷ് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് റാസൽ ഖൈമ ആണ് മീൻകട. കടൽ സീബ്രീം. ഇതിന്റെ പേര് സിബൈത്തി എന്നാണ്. സിബൈത്തി. ഇതിന്റെ കുടുംബക്കാരനാ സുബ്രീം. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത്. അതല്ലേ വളർത്തുമീനല്ല. ചോയ്സ് ഏതാ? ഇത് നല്ലതാണ്. കാണാൻ രസമില്ല. കാണാൻ നമ്മളെ കരിമീൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ്. അതിന്റെ പേരോ? ഇതിന്റെ പേര് ഇവിടെ പറഞ്ഞ ബിന്ദ് നോക്കത്. ബിന്ദ് നോക്കത്. ചില സ്ഥലത്ത് ഫസ്കർ. ഞങ്ങൾ 2 ആളുള്ളൂ. മീനൊക്കെ കൂടി എന്താവുന്നോ ക്ലീനിങ്. പേര് മറന്നുട്ടാ. എന്തൊക്കെ പേര് പറഞ്ഞില്ല. ഇത് സീബ്രീമിന്റെ മൂത്താപ്പയാണ് പറഞ്ഞത്. അങ്ങനെ 2 മീനുകളും കഴുകി വൃത്തിയാക്കി. ദിസ് ഈസ് അവർ കിച്ചൺ. ഞങ്ങൾ 2 ആളുള്ളൂ. എന്താവോ എന്തോന്നും ഒരു ഐഡിയ ഇല്ലട്ടാ. ഇതിന് പൊതുവെ 4 ആളൊക്കെ ഉണ്ടെങ്കിൽ പരിപാടികൾ ഷടപ്പെടേ തീരുന്നു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം, ഞങ്ങൾ തന്നെ തിന്നണം. അങ്ങനെ മസാല എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ. അതാ കണ്ടോളി. ഇവിടെ ആകെ തന്നെ ഉള്ളൂ. ഒരു മഞ്ഞപ്പൊടി, പിന്നെ പെപ്രിക്ക. ഇത് ചിക്കനാണ്, ഇത് ഇട്ടിട്ടില്ല. പിന്നെ ഹിമാലയൻ പിങ്ക് സാൾട്ട്. ഇത് 3 വെച്ചിട്ടുള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങൾ മസാല തേച്ചിരിക്കുകയാണ്. ഗോയിങ് ടു ഫ്രീസർ. നേരെ ഫ്രിഡ്ജാ. നമ്മൾ ഫോൺ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഡാരിന്ന് അൽത്തമാം ഇലക്ട്രോണിക്സ് എന്താ ഒരു നമ്മളെ മെസ്സേജ് ചെയ്യാം. മൊബൈലും പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മൈക്ക്, ബട്ടൺ മൈക്ക്, ലാർക്ക് M2 ഹളിലാൻഡ്. 2 നല്ല റേറ്റിനാണ് അവർക്ക് തന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അൽത്തമാം, തേര, ദുബായ്, UAE ഹോൾസെയിൽ ടീമാണ്. പിന്നെ ഇത് എനിക്ക് 2 ഗിഫ്റ്റ് തന്നിട്ടൊന്നും പൊട്ടിക്കാൻ സമയം കിട്ടിയില്ല. ഇത് അവരുടെ ബ്രാൻഡാണ് ZXൻ്റെ ഒരു ട്രാവൽ ചാർജർ, കാർ ചാർജറും ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയൊരു അഡാപ്റ്ററൊക്കെ തന്നിട്ടുണ്ട്. അവിടെ വെക്കട്ടെ. നമുക്ക് ഇത് വലിയ കാര്യം ഉണ്ടായിട്ട് അൺബോക്സ് ചെയ്യുന്നില്ല. ടൈമൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ റാസൽ ഖൈമയിൽ എത്തിയിട്ടാണ് സമയം കിട്ടിയത്. കാര്യം നല്ലട്ടാ. എന്താ വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസം. ഡെസേർട്ട് സ്റ്റോം 512 GB. റേറ്റൊക്കെ നിങ്ങൾ ഓരോടെ തന്നെ ചോദിച്ചു നോക്കുക. കാരണം അതിൽ ഹോൾസെയിൽ ആയതുകൊണ്ട് ഇങ്ങനെ ദിവസവും റേറ്റ് അങ്ങോട്ടുകൊണ്ടൊക്കെ ചെറിയ ഫ്ലക്ച്വേഷൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ലുലു നേരെ കാണുന്നതാ. ലുലു എക്സ്പ്രസ് ആകണ ലുലു. ആ ബിൽഡിങ്. അപ്പോൾ ഞങ്ങളേ ഗ്രില്ലിങ്ങിനുള്ള പരിപാടിയിലാണ്. പിന്നെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ ഫോണൊന്ന് സെറ്റിംഗ് ആയിരുന്നു. iPhone 16 Pro Max കോപ്പിങ് ആയതുകൊണ്ട് 3-4 മണിക്കൂർ എടുത്തു. അപ്പോൾ ജുമാക്ക് പോകുമ്പോൾ അവിടെ കുത്തിച്ചാണ് പോയി.
നമ്മളെ സ്ഥിരം സ്പോട്ട് സ്വലഫ് കാർക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിങ്ങിന് പോകണം. ക്യാമ്പിംഗ് ഇല്ല, ജസ്റ്റ് ചുടൽ ആൻഡ് ബിടൽ. ഫുൾ ലോഡാണ്, ഡിക്കി ഫുള്ള് സാധനം പുതിയത് വാങ്ങിയപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല, ഫോണില്ലാത്തതുകൊണ്ട്. ജുമ കഴിഞ്ഞേക്കാൻ ഫുള്ള് പർച്ചേസിങ് ഇതാ ഫുൾ സാധനം. ഇതിൽ നമ്മൾ കറക്റ്റ് ചായ കണ്ട് നിറച്ചിട്ട് ഡെസേർട്ട് പോകാമെന്ന് കരുതി. മലയ്ക്ക് പോകാൻ ഇവിടുന്ന് 3 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ അവിടുത്തെ റോഡ് കണ്ടീഷൻ എന്താ അറിയില്ല. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ആരുമില്ല. സോ ദാറ്റ്സ് വൈ നമ്മൾ പ്ലാൻ മാറ്റി, ഏതൊരു ഡെസേർട്ട് പോയിട്ട് ചെയ്യാം. ഒരു 4 കറക്ക്. അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇനി ബാക്കി മട്ടൺ ചോപ്സ്, കുറച്ച് സാധനങ്ങളുണ്ട്, നോക്കട്ടെ. ഒരുപാട് സാധനങ്ങൾ, തൈര്, ഡിങ് ഡോങ്, ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. മുട്ട ഭയങ്കര രസമാണ് പൊറിക്കാൻ. മട്ടൺ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ചിൽ ലാമ്പ്. ഈ ലാമ്പ് പറഞ്ഞ ലാമ്പ് മീറ്റ്. അപ്പോൾ അതാണ് സാധനം. ഫൈനലി ആ സ്ഥലത്ത് എത്തിയിട്ടാ. നിറച്ച ആളാണ്, സൂപ്പർ. നമ്മളെ വണ്ടി കുറച്ച് ചെറുതായി എന്നുള്ളൂ. ബാക്കി ഇവിടെ ഫുള്ള് ഓഫ് റോഡ് ടീംസ് പൊട്ടി പറിച്ച് കളിക്കണം മണലില്. പോണു ഫുൾ കിറ്റായിട്ടുള്ള. ഇന്ന് വീക്കെൻഡ്, വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, ഫുൾ വൈബ് ടീംസ്. അവിടെയൊക്കെ ഫുൾ ടീമുകളാണ്, ഒക്കെ സെറ്റായി സ്ഥലം പിടിച്ചിരിക്കുകയാണ് എല്ലാവരും. നിസാന്റെ ടിടയാണ് കേട്ടാ. മണൽക്കൂടിയൊക്കെ ചങ്ങായി കൊണ്ടുകൊണ്ട് എന്താവോ എന്തോ ലാസ്റ്റ് ഇത് വലിച്ചാൻ വേറെ ടീമിനെ കൊണ്ടുവരണ്ടിരുന്ന എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നിടും നല്ല തണലാണല്ലോ മണല്. അത് വിഷയണ്ട, അത്ര പ്രശ്നമുണ്ടാ. അതായത് ഓ എന്താ സൗണ്ട്, മാഷാ. അതാ പോണതാ ഒറ്റ ടീം ഇഷ്ടം പോലെ. അടുത്തേ പോണം. ഓ അതൊരു വേറെ സാധനം പോണതാ, മോൺസ്റ്റർ. മോനെ സംഭവട്ടായി എൻ്റെ മോനെ വിളിച്ച് പെരും പൊടിയാണ്. ഓ അങ്ങനെ ആൾട്ട് ചെയ്തു. സാധനം ഡിക്കി ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം സാധനം ഉണ്ട് എന്നുള്ളത്. കണ്ടതൊക്കെ പുതിയത് വാങ്ങിയതാണ്. ബാർബിക്യൂ മെഷീന്, കാറ്റടിക്കുന്നത്, സ്റ്റൗവ്, ഗ്യാസ്, സകല ഗുണ്ടാമണിതാണ്, ചെയറ്, ചാർക്കോള് എല്ലാം. കറക്ക് ഞങ്ങൾ കൊടുന്ന കറക്ക് എന്നാണ് തുടങ്ങിയിട്ട്. നല്ല വിശപ്പ് അയ്യവാ. ഓക്കെ പൊടിക്ക ഡിങ് ഡോങ് ഉണ്ട് പറയും. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. വൈബ് നമുക്ക് കുറച്ചും കൂടി ഓഫ് റോഡ്. ഈ സ്ഥലം ആരൊക്കെ വൈബായിട്ടൊരു രക്ഷയില്ല. എൻ്റെ മോനെ അറബിച്ചക്കന്മാരെ പൊട്ടിച്ച് നടക്കണേ. എന്താ ജാതി വൈബ് അറിയോ. ഇപ്പം കാണിച്ചരാ. ദൂരത്തേക്ക് പോയതാ. ക്യാമറ ഓണാണെന്ന് കണ്ടാണല്ല. അപ്പം കിടന്ന് തിരിച്ചിലും മറിച്ചിലും പൊട്ടിച്ചിലും മറ്റേ കൊയിഞ്ഞടത്ത് ഭാഗ്യോരത്തിൽ 2 ടയറുമ്മ പോക്കും. 4 ടയറുള്ള മറ്റേ മണൽ പോണൊക്കെ വണ്ടിക്കില്ല ആയിരുന്നു. എന്ത് ജാതി സൗണ്ടാണ് അറിയോ. പേരും സൗണ്ട്, ആകെ പൊടി, ജഗ പുക. ഓഹ് ഒരു വണ്ടി ദൂരെ നിന്ന് വരുന്നുണ്ട്. തിരിയോന്നറിയില്ല. അവിടെ തിരിഞ്ഞോ. ഒട്ടക നടന്നു വരുന്നു. അയ്യോ, ഒട്ടകങ്ങൾ വരിയായി എന്നറിയില്ല. അതാണിത്. ആഹാ, ഫയർ വർക്ക്സ്. എല്ലാ വൈബും ഉണ്ട്. വൈബിനൊരു കുറവില്ല അവിടെ. മാഷാ അല്ലാ.
ഞങ്ങൾ വിളക്ക് എത്തിക്കാൻ പോവാണ്. വിളക്ക് ബാക്കിലൊക്കെ ഫുള്ള് കളിയാട്ടപ്പോഴും ഇല്ല. യാതൊരു കുറവില്ല. ആളെ മുന്നന്തിച്ച് ആ പോണ നമ്മള് വിളക്കാണ് കത്തിച്ചാല്. വിളക്ക് രസമുണ്ടല്ല സാധനം, നല്ല വൈബ് സാധനം. അങ്ങനെ കത്തിയിരിക്കുകയാണ്. വെളിച്ചം റെഡി. ഈ ബാക്കി സെറ്റപ്പുകൾ ചെയ്യണം. മഗ്‌രിബ് നിസ്കരിക്കണം, എന്നിട്ട് തുടങ്ങാം. ഓക്കെ. ചാർക്കോൾ കനൽ കത്തിച്ച് ആശാൻ ഇരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും ആവാൻ. അപ്പം മീൻ ഏകദേശം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പുറത്തു പോയി. ആ ഗ്യാപ്പിൽ ആശാൻ കംപ്ലീറ്റ് കനലൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ടേബിൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ല. നമ്മൾ പുൾസയും ഇതും ഉണ്ടാക്കുകയാണ്. റെഡിയാ? കഴിക്കണ്ടേ? ആംപ്ലേറ്റ് റെഡിയാവും. നമ്മൾ ലൈറ്റ് ഉണ്ട് അവിടെ. ലൈറ്റിൻ്റെ വെളിച്ചൊന്നും മതിയാവണില്ല. മട്ടൺ മസാല ആക്കാൻ പോവാണ്. ഓക്കെ. കുറച്ച് ലൈറ്റായി പോയി. ബുൾസൈ തീരുമാനമാക്കൂ. ഉപ്പില്ലേ? ദിസ് ഈസ് ആഫ്രിക്കൻ മസാല. ആഫ്രിക്കൻ മസാലയും ഹിമാലയൻ പിങ്ക് സോൾട്ടും. പെപ്പർ വാങ്ങാൻ മറന്നു. ഇനി തൽക്കാലം മഞ്ഞപ്പോൾ ഇട്ടുകൊണ്ട് സിമ്പിൾ മസാലാസ്. ഓക്കെ. വാ 2 പീസ്. മഞ്ഞപ്പൊടി ഇല്ല കേട്ടോ, ഇങ്ങനെ തന്നെ. ജസ്റ്റ് ആഫ്രിക്കൻ മസാല വിത്ത് ഹിമാലയൻ സാൾട്ട്. ടേബിൾ ചെറുതായതുകൊണ്ട് നമുക്കെല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഇതാ മീൻ ഏകദേശം ചാടിയ പോയിട്ടാ. മട്ടൺ പുക പാറണ്. യാ മോനെ. ബേബി ഇന്ന് പൊളിക്കൂട്ടെ നമ്മള്. അൺബോക്സിങ് സീബ്രീമിന്റെ മൂത്താപ്പ. അല്ല തൊലി അടക്കം പോന്നൂലേ. മാഷാല്ലാ പൊളിച്ചിക്കണ്. സീബ്രീമല്ല, സീബ്രീമിന്റെ ഏതോ മൂത്താപ്പയാണ് പറഞ്ഞിരുന്ന സാധനം. അൺബോക്സിങ്. ഇത് അറിയുന്നു. ഇത് വേറെ സാധനം, പേരൊക്കെ മറന്ന്. അതിലുണ്ടാവും. ഇത് തൊടാൻ പറ്റില്ല. മട്ടനാണെങ്കിൽ അവിടെ കിടന്ന് കത്തുന്നതാ. ഇങ്ങനെ ഫാറ്റ് ഒരുക്കിയിട്ട് ആകെ കത്തി പിടിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മീൻ, പുക പാറുന്ന മീൻ. പെരും ചൂടാ, തൊടാൻ വയ്യ. സാലഡ് ഉണ്ടാക്കാനുള്ള സാധനം വണ്ടീൻ്റെ മേലെ ഉണ്ടാവും. ഒന്നും ചെയ്യാൻ വയ്യപ്പോൾ. ചൂടോ? ചൂടോണ്ട് ചാടിക്കണ പങ്കെ. അടുത്ത നമ്മള് ഉണ്ടാക്കുന്നു അവക്കാഡോ, ബ്ലൂബെറീസ്, യോഗട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാൻ പോവാണ്. എൻ്റെ അവിടെ പെരുഞ്ചാതി കത്തല്. ഇനി യോഗട്ട് മിക്സ് ചെയ്യണം നമ്മള്. മീനാണെങ്കിൽ തൊടാൻ വെച്ച പെരുംചൂട്. ബാക്കിയുള്ള പണികളെ നടക്കട്ടെ. ഒലീവ് ഓയിലും പിങ്ക് സോൾട്ടും. ഓക്കെ. അവക്കാഡോ ഒന്നുകൂടി ഒടയാണ്ട്. ഇത് പൊളിച്ച സാധനം കയറിട്ട് എൻ്റെ മോനെ നോക്കി ഞങ്ങള്. വാവ്. ചൂടോ? മുള്ളോ? മുണങ്ങിയത് ചൂട് കുറച്ചൊക്കെ അറിയിക്കണ്ട. ഈ സാധനം ഒരു രക്ഷയില്ല എൻ്റെ കുട്ടികളെ. ഇത് നിങ്ങൾ ഉണ്ടാക്കിക്കണം പറഞ്ഞാൽ ബ്ലൂബെറി ഭയങ്കര കോസ്റ്റാണ്. ഇവിടെ ഉള്ളവർ നോക്കി എന്താ ടേസ്റ്റ് അറിയോ? ഈ മീനും സൂപ്പറാട്ടാ. ചൂടോണ്ട് അത് ചൂട് വയ്ക്കണേ. വാ. മുള്ളൊക്കെ പോന്നിട്ടാ. മുള്ളൊക്കെ തോണ്ടിയ പോന്നു കഴിഞ്ഞു ഫുള്ളായിട്ട്. ലൈറ്റ് വീണ്ടും ചാട്ടണ്ടല്ലോ. മട്ടൺ റെഡിയായി. ബേബേ കിടക്കണ കിടപ്പ് വേണ്ട. മട്ടൻ വിത്ത് തണുത്താ. ഇതാണ് വൈബ്. കണ്ടില്ലേ എന്താ രസം. അയ്യോ അതാ പൊട്ടണേ ഇടാൻ പോലെ.
അപ്പോൾ ഈ പൊട്ടോട് കൂടി ഈ ചുടൽ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് കനൽ ബാക്കിയുണ്ട്. വയറ് ഫുള്ളായി. മാഷല്ലാ, ഫുൾ വൈബ് ടീം കേട്ടോ.